ഇവ രണ്ടിലും മുഴുവൻ കേരളീയരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. സർ, സംസ്ഥാന സർക്കാരിനെതിരെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെയും ലൈഫ് ഗുണഭോക്താക്കളെയും നെൽകൃഷിക്കാരെയും PSC റാങ്ക് ഹോൾഡേഴ്സിനെയും KSRTC പെൻഷൻകാരെയും ഇളക്കിവിടാൻ ശ്രമിച്ചവർ കാട് കാണാതെ മരം മാത്രം കാണുന്നവരാണ്, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരാണ്. ഈ ഓരോ ആനുകൂല്യവും കേരളത്തിന്റെ നിർമ്മിതികളാണ്, ഇടതുപക്ഷത്തിന്റെ സംഭാവനയാണ്. തത്തുല്യമായ ഒന്നും മറ്റ് സംസ്ഥാനങ്ങളിലില്ല. കേന്ദ്രത്തിനും അവകാശവാദം ഉന്നയിക്കാനില്ല. ക്ഷേമ പെൻഷൻകാരെ മുൻനിർത്തിയുള്ള മുതലെടുപ്പ് ഞങ്ങൾക്ക് ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത്. കേരള മാതൃകയുടെ നല്ല വശങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ലാത്തവർക്ക് കാര്യങ്ങൾ നന്നായി തിരിച്ചറിയാൻ ഈ സംവാദങ്ങൾ അവസരമൊരുക്കി. സർ, കേരളത്തെ പറഞ്ഞും എഴുതിയും തോൽപ്പിക്കരുതെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. കേരളം അതിതീവ്ര തൊഴിലാളി സമരങ്ങളുടെ ഒരു നാടാണെന്ന പ്രചരണം ഒരു കാലത്ത് ശക്തമായിരുന്നു. തൊഴിൽ സമരങ്ങളെയും അതുമൂലമുണ്ടാകുന്ന തൊഴിൽ ദിന നഷ്ടങ്ങളെയും കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ ഈ ദുഷ്പ്രചരണം തെറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം ഏറ്റവും മെച്ചപ്പെട്ട തൊഴിലന്തരീക്ഷം നിലനിൽക്കുന്ന നാടാണെന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. സംരംഭകർ പൊതുവെ അതിന് അനുഭവസാക്ഷ്യം പറയുന്നുണ്ട്. പക്ഷേ അന്നുണ്ടാക്കിയ പ്രതീതി ഇപ്പോഴും പുറത്തുനിന്നുള്ള സംരംഭകരെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് വിപരീത ആഖ്യാനങ്ങൾ വലിയ ദോഷം ചെയ്യുമെന്ന് പറയുന്നത്. പുറത്തുള്ളവരുടെ മാത്രമല്ല, നമ്മുടെ യുവതലമുറയുടെ ആത്മവിശ്വാസത്തെയും അത് തകർക്കും. സർ, കേരളപ്പിറവിയോടനുബന്ധിച്ച് വർഷം തോറും സംഘടിപ്പിക്കാൻ നിശ്ചയിച്ച കേരളീയം ഒരു മറുമരുന്നാണ്. കേരളീയം നാടിന്റെ നന്മകളെ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിന്റെ നേട്ടങ്ങൾ സത്യസന്ധമായി അവതരിപ്പിക്കുകയാണ് ലക്ഷ്യം. ഒപ്പം പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴികളെക്കുറിച്ചും കേരളീയം ചർച്ച ചെയ്യും. ന്യൂഡൽഹി പ്രകൃതി മൈതാനിയിലെ അന്താരാഷ്ട്ര വ്യാപാരമേളയുടെ മാതൃകയിൽ വ്യവസായ വാണിജ്യ പ്രദർശനങ്ങൾ കേരളീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. 2024-25 കേരളീയം പരിപാടിക്കായി 10 കോടി രൂപ നീക്കിവെക്കുന്നു. ഒപ്പം കേരളത്തിന്റെ നേട്ടങ്ങളെയും നന്മകളെയും പറ്റി വസ്തുനിഷ്ഠമായ പഠനങ്ങളും ഫീച്ചറുകളും വീഡിയോകളും ചെയ്യുന്നവർക്ക് പ്രോത്സാഹന സമ്മാനം നൽകാൻ ഉദ്ദേശിക്കുന്നു. ഇതിനായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. സർ, പ്രതിസന്ധികളും വെല്ലുവിളികളും പൂർണ്ണമായി ഒഴിഞ്ഞുപോയതിനു ശേഷം കേരളത്തിന്റെ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്താമെന്ന് നമുക്ക് തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖലയുടെ സഹായത്തോടുകൂടി പുതിയ വികസന മാതൃകകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ഏഷ്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവ സംസ്ഥാനത്ത് സ്ഥാപിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ കഴിഞ്ഞ ബജറ്റിൽ വിശദമായി പറഞ്ഞതാണ്. ഗ്രഫീൻ മേഖലയിലെ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കുമായി ഇന്ത്യ ഇന്നൊവേഷൻ സെന്റർ ഫോർ ഗ്രഫീൻ, മൈക്രോബയോ മികവിന്റെ കേന്ദ്രം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് മികവിന്റെ കേന്ദ്രം, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം തുടങ്ങിയവയിൽ ചിലത് ആരംഭിക്കുകയും മറ്റുള്ളവ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയിലും APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലും നടത്തുന്ന പ്രവർത്തനങ്ങൾ ശാസ്ത്രലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. ഡിജിറ്റൽ സർവകലാശാല കൈരളി എന്ന പേരിട്ട നിർമ്മിത ബുദ്ധി പ്രോസസർ വികസിപ്പിച്ചതിനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രം എഴുതിയ എഡിറ്റോറിയലെ വാചകങ്ങൾ ഇവിടെ ചേർക്കുന്നു. നമ്മുടെ സർവകലാശാലകളിലും കാമ്പസുകളിലും രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മാത്രമാണെന്ന കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ ഇത്തരം വാർത്തകൾ പച്ചത്തുരുത്തായി മാറുകയാണ്. തിരുവനന്തപുരം CET, കേരള സർവകലാശാല, സാങ്കേതിക സർവകലാശാല, കുസാറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള നിശബ്ദ വിപ്ലവങ്ങൾ നടക്കുന്നുവെന്ന് നാം കാണാതെ പോകരുത്, ആ പത്രം പറഞ്ഞു. സർ, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ളൊരു മാറ്റം പൊതുവെ നടക്കുന്നുവെന്നാണ് യാഥാർത്ഥ്യം. അധ്യയനം, അധ്യാപനം, അറിവുൽപാദനം എന്നിവയ്ക്കപ്പുറം അറിവിന്റെ പ്രയോഗത്തിന് കൂടി മുൻഗണന കൊടുക്കുന്ന തരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുകയാണ്. ഈ മാറ്റം കേരളത്തിന്റെ ഉൽപാദന ഘടനകളിൽ നവീകരണത്തിന് കാരണമാകാവുന്ന കാര്യമാണ് ഈ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. കേരളത്തിലെ ക്യാമ്പസുകൾ പുതിയ ഉൽപ്പന്നങ്ങളും ഉൽപാദന പ്രക്രിയകളും വികസിപ്പിച്ചെടുക്കുക മാത്രമല്ല, സംരംഭകരെയും വളർത്തിയെടുക്കുന്ന നിലയിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിന് സർക്കാർ നൽകുന്ന പിന്തുണയെയും മേൽപ്പറഞ്ഞ എഡിറ്റോറിയൽ പ്രശംസിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ പിന്തുണ കൂടുതൽ ശക്തമാക്കാനാണ് ശ്രമിക്കുന്നത്. സർ, AI പ്രോസസർ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി. ഇതിനകം 16 പേറ്റന്റുകൾ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. ന്യൂറോ സയൻസിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ബ്രെയിൻ കമ്പ്യൂട്ടിംഗ് ലാബ് സ്ഥാപിച്ചു. നോബൽ സമ്മാന ജേതാവും ഗ്രഫീന്റെ ഉപജ്ഞാതാവുമായ സർ ആന്ദ്രേ ഗീം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ചേർന്നത് വലിയ നേട്ടമാണ്. സ്ഥാപിതമായി 3 വർഷത്തിനകം 200 കോടിയുടെ സഹായം ദേശീയ അന്തർദേശീയ ഏജൻസികളിൽ നിന്നും സമാഹരിക്കാൻ ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 80-ലധികം സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നത് വഴി ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഇൻക്യുബേറ്ററായി ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നു. സർ, 250 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നടപ്പിലാക്കും. പ്രവർത്തനം തുടങ്ങി ആദ്യ വർഷം മുതൽ വരുമാനം ഉണ്ടാക്കുകയും സ്വയം പര്യാപ്തവുമായിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമെന്ന നിലയിൽ വായ്പകൾ എടുക്കാൻ സർവകലാശാലയ്ക്ക് അനുമതി നൽകും. വായ്പകൾക്ക് സർക്കാർ പലിശയളവ് സഹായം നൽകുന്നതാണ്. സർ, ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി അക്കാഡമിക് സഹകരണത്തിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരള ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഗവേഷണം നടത്തുന്നതിനായി പ്രത്യേക കേരള സ്പെസിഫിക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുന്നവർക്ക് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ PhDക്ക് ചേരാൻ കഴിയും. PhD പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾ അടുത്ത 3 വർഷം കേരളത്തിൽ മടങ്ങിയെത്തി നാടിന്റെ വികസനത്തിന് സംഭാവനകൾ നൽകണം എന്ന വ്യവസ്ഥ കൂടി ചേർത്ത് ഇതിന്റെ ഭാഗമായിട്ടുണ്ടാവും. സ്ഥിരം സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക്, ഈ പ്രത്യേക സ്കോളർഷിപ്പ് ഫണ്ടിലേക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുടെ 3 പ്രാദേശിക കേന്ദ്രങ്ങൾ
സംസ്ഥാനത്തിന്റെ വടക്ക്, കിഴക്ക്, മധ്യമേഖലകളിലായിട്ട് ആരംഭിക്കും. അതിന്റെ സ്ഥലം പിന്നീട് തീരുമാനിക്കും. സർ, APJ അബ്ദുൽ കലാം സർവകലാശാലയുടെ കീഴിൽ 3 മികവിന്റെ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇതിനായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർവകലാശാലയ്ക്കായി ഏറ്റെടുത്ത സ്ഥലത്ത് 71 കോടി രൂപ മുടക്കി ആസ്ഥാന മന്ദിരം നിർമ്മിക്കും. സർ, സംസ്ഥാനത്ത് ഏറ്റവും വ്യവസായ സൗഹൃദമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാരിന് കഴിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള വൻകിട കമ്പനികൾ കേരളത്തിൽ അവരുടെ നിർമ്മാണശാലകൾ ആരംഭിക്കാൻ കടന്നുവരുന്നു. കേരളത്തിന്റെ വ്യവസായ അന്തരീക്ഷം മികച്ചതല്ല എന്ന കുപ്രചരണങ്ങളെ ഇത്തരം കമ്പനികളുടെ തലപ്പത്തിരിക്കുന്നവർ തന്നെ തള്ളിക്കളയുന്നു. സർ, അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നില്ല. സർ, സ്വകാര്യ വ്യവസായ പാർക്കുകൾ. സംസ്ഥാനത്ത് 16 സ്വകാര്യ വ്യവസായ പാർക്കുകൾ സർക്കാർ ഡെവലപ്മെന്റ് പെർമിറ്റ് അനുവദിച്ചു കഴിഞ്ഞു. 8 എണ്ണം നിലവിൽ സർക്കാരിന്റെ പരിഗണനയിലുമാണ്. 10 ഏക്കർ വരെയുള്ള ഭൂമിയിൽ കുടിവെള്ളം, റോഡ്, വൈദ്യുതി എന്നീ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുവാൻ വേണ്ടി 3 കോടി രൂപ വരെ സർക്കാർ സബ്സിഡി നൽകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മികച്ച പ്രതികരണമാണ് വ്യവസായികളിൽ നിന്നും സംരംഭങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. വരും വർഷം 25ഓളം പുതിയ സ്വകാര്യ വ്യവസായ പാർക്കുകൾക്ക് അനുമതി നൽകാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. സാർ, 22-23 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭ വർഷമായി ആചരിച്ചിരുന്നു. 1,39,840 22-23 1,39,840 സംരംഭങ്ങൾ അന്ന് ആരംഭിച്ചതിൽ 21,528 സംരംഭങ്ങൾ ഭക്ഷ്യ സംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. ഈ രംഗത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തും. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സർ, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ചതാണ്. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള 2022 ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചത് കേരളത്തിനാണ്. കഴിഞ്ഞ 3 വർഷവും കേരളത്തിന് ടോപ്പ് പെർഫോമൻസ് പുരസ്കാരം ലഭിച്ചിരുന്നു. സർ, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടിംഗ് വഴി 5,500 കോടി രൂപ സ്റ്റാർട്ടപ്പുകളിലേക്ക് നിക്ഷേപമായി സമാഹരിക്കാനും 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സ്റ്റാർട്ടപ്പ് മിഷന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതിനകം രജിസ്റ്റർ ചെയ്ത സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 5,000 കടന്നിരിക്കുന്നു. സർ, 100 മുതൽ 150 ആളുകൾ വരെ ഒരുമിച്ചിരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന വർക്ക് നിയർ ഹോം കേന്ദ്രങ്ങൾ കേരളത്തിന്റെ ചില ചെറു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ്, കൊട്ടാരക്കര, കണ്ണൂർ, കൊച്ചി, കോഴിക്കോട്, പാലക്കാട്, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഇത്തരം ലീപ് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആലപ്പുഴ, മഞ്ചേരി, സുൽത്താൻ ബത്തേരി, ചാലക്കുടി തുടങ്ങിയ പ്രദേശങ്ങളിലും 100 മുതൽ 200 പേർ വരെ പ്രവർത്തിക്കുന്ന സ്വകാര്യ IT കേന്ദ്രങ്ങളുണ്ട്. മറ്റ് കേന്ദ്രങ്ങളുണ്ട്, ഞാൻ ആ സ്ഥലങ്ങളിൽ പറയുന്നില്ല. സർ, മുൻ ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച ചെറുനഗരങ്ങളിലെ വർക്ക് നിയർ ഹോം പദ്ധതിയുടെ സാധ്യതകളെയാണ് ഇത് കാണിക്കുന്നത്. ആഗോള കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ രാജ്യത്തെ 2ാമത്തെ റെസിഡൻഷ്യൽ ക്യാമ്പസ് കൊട്ടാരക്കരയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 100 കണക്കിന് പേർക്ക് ഇതുവഴി തൊഴിൽ ലഭിക്കുന്നതാണ്. സംസ്ഥാനമൊട്ടാകെ ലീപ് സെന്ററുകൾ വ്യാപിപ്പിക്കുന്ന പദ്ധതിക്കായി 10 കോടി രൂപ പ്രാഥമികമായി വകയിരുത്തുന്നു. സർ, ആഗോളതലത്തിൽ സംരംഭക ആശയങ്ങൾ കൈമുതലായിട്ടുള്ള ആളുകൾക്ക് കേരളത്തിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ വന്ന് താമസിച്ച് തൊഴിൽ ചെയ്യുന്നതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വർക്ക് ബോർഡുകൾ സ്ഥാപിക്കും. സർ, വിനോദസഞ്ചാരം. സർ, കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് ടൂറിസം. കോവിഡിന് ശേഷം ലോകമാകെ ജനങ്ങളുടെ ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിലും പണം ചെലവഴിക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. യാത്ര കൂടുതൽ ചെയ്യുന്നതിനും പ്രകൃതി മനോഹരവും സമാധാനപൂർണവുമായ ഇടങ്ങളിൽ അവധിക്കാലം ചെലവഴിക്കുന്നതിനും തൽപരരായ ആളുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡാനന്തരം ലോകത്ത് വികാസമുണ്ടായ മേഖലകളിലൊന്ന് ടൂറിസമാണ്. മുൻപ് ചെറുപ്പക്കാരായിരുന്ന ടൂറിസ്റ്റുകളിൽ ഭൂരിഭാഗമെങ്കിൽ ഇന്ന് റിട്ടയർ ചെയ്തവരും മുതിർന്ന പൌരന്മാരും കുടുംബം ഒന്നാകെയും സ്ഥിരമായി യാത്രകളിൽ ഏർപ്പെടുന്നു. മികച്ച കാലാവസ്ഥയുള്ളതും വൃത്തിയുള്ളതും അടിസ്ഥാന സൌകര്യങ്ങൾ നല്ല നിലയിലുള്ളതുമായ സ്ഥലങ്ങളാണ് ടൂറിസ്റ്റുകൾ യാത്ര പോകാനായി തെരഞ്ഞെടുക്കുന്നത്. നാടിന്റെ ക്രമസമാധാന നിലയും തദ്ദേശീയരായ ആളുകളുടെ പെരുമാറ്റവും രുചികരമായ ഭക്ഷണവുമെല്ലാം സഞ്ചാരികൾ കണക്കിലെടുക്കുന്നുണ്ട്. ഇക്കാരണങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാകാൻ കേരളത്തിന് കഴിയും. ലോകത്ത് കണ്ടിരിക്കേണ്ട 50 മനോഹര സ്ഥലങ്ങളിലൊന്നായി ടൈം മാഗസിൻ കേരളത്തെ തെരഞ്ഞെടുക്കുകയുണ്ടായി. സർ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സംസ്ഥാനത്തിലുള്ളവരുമായ നിരവധി ആളുകൾ കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കടലും കായലും മലയും കാടും കാലാവസ്ഥയും കേരളത്തിന് അനന്യമായ സമ്പാദ്യമാണ്. ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയണം. സർ, കേരളത്തിന്റെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളാക്കി വികസിക്കാൻ കഴിയുന്ന നിരവധി കേന്ദ്രങ്ങളുണ്ട്. വനം, ടൂറിസം, സാംസ്കാരിക വകുപ്പുകളുടെ ഏകോപിതമായ പ്രവർത്തനത്തോടെ ഇവയെ മികച്ച ടൂറിസം കേന്ദ്രങ്ങളാക്കാനായിട്ട് ഉള്ള